വൈറ്റിലയിലെ ചന്ദേർകുഞ്ച് ഫ്ളാറ്റ് സമുച്ചയങ്ങൾ പൊളിക്കുന്നത് കൊച്ചി മെട്രോയ്ക്ക് ഭീഷണിയാകുമോ എന്ന് ആശങ്ക. വൈറ്റിലയിൽ നിന്ന് തൃപ്പൂണിത്തുറയിലേക്ക് മെട്രോ കടന്നു പോകുന്നത് ഈ ഫ്ളാറ്റ് സമുച്ചയങ്ങൾക്ക് സമീപത്തു കൂടിയാണ്. മരടിൽ സ്വീകരിച്ച അതേ മാതൃകയിൽ സ്ഫോടനത്തിലൂടെ ഫ്ളാറ്റ് സമുച്ചയങ്ങൾ പൊളിക്കാനാണ് നീക്കം നടക്കുന്നത്. മെട്രോ തൂണുകൾക്കും പാളത്തിനും ഇതുമൂലം പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്ന ആശങ്ക മെട്രോ അധികൃതർ ഉന്നയിച്ചിരുന്നു. വൈറ്റിലയിലെ ചന്ദേർകുഞ്ച് ഫ്ളാറ്റ് സമുച്ചയങ്ങൾ പൊളിക്കുന്നത് കൊച്ചി മെട്രോക്ക് ഭീഷണിയാകുമെന്ന ആശങ്കയാണ് പ്രധാനമായും ഉയരുന്നത്. വൈറ്റിലയിൽ നിന്ന് തൃപ്പൂണിത്തറയിലേക്ക് മെട്രോ കടന്നു പോകുന്നത് ഈ ഫ്ളാറ്റ് സമുച്ചയങ്ങൾക്ക് സമീപത്തുകൂടിയാണ്. മരടിലെ ഫ്ളാറ്റുകളുടെ മാതൃകയിൽ സ്ഫോടനത്തിലൂടെ ഇവ പൊളിക്കുന്നതിനുള്ള സാധ്യതയാണ് പരിശോധിക്കുന്നത്. മെട്രോ തൂണുകൾക്കും പാളത്തിനുമെല്ലാം ഇതിന്റെ ആഘാതമേൽക്കുമോ എന്ന് പഠിക്കണമെന്നും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ജില്ലാ ഭരണകൂടത്തിന് കത്ത് നൽകിയിട്ടുണ്ട്. അതേസമയം മെട്രോയുടെ ദിശയിലേക്ക് വരാതെ എതിർവശത്തേക്ക് കെട്ടിടം വീഴുന്ന തരത്തിൽ സ്ഫോടനമാണ് ആസൂത്രണം ചെയ്യുന്നത്. സ്ഫോടനത്തിന് മുമ്പുള്ള എഞ്ചിനീയറിംഗ് മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കാൻ 2 മാസം വേണ്ടിവരുമെന്നും പൊളിക്കൽ നടപടികൾക്ക് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. പിന്നീട് 4 മാസം കൂടിയെടുക്കും ശേഷിക്കുന്ന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ. സ്ഫോടനത്തിന് ശേഷം അവശിഷ്ടങ്ങൾ മാറ്റുന്നതിന് വീണ്ടും ഒരു 4 മാസം കൂടി വേണ്ടിവരുമെന്ന് അധികൃതർ പറഞ്ഞു. ചന്ദേർകുഞ്ച് ഫ്ളാറ്റ് സമുച്ചയങ്ങളിൽ നിന്ന് 40 മീറ്റർ മാത്രം അകലത്തിലൂടെയാണ് മെട്രോ കടന്നുപോകുന്നത്. 28 നിലകളുള്ള 2 ഫ്ളാറ്റ് സമുച്ചയങ്ങളാണ് പൊളിച്ചു മാറ്റേണ്ടത്. വൈറ്റിലക്ക് സമീപം സിൽവർ സാൻഡ് ഐലൻഡിൽ ആർമി വെൽഫെയർ ഹൗസിംഗ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ചതാണ് ഫ്ളാറ്റുകൾ. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.